ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള അപ്പവും അതിൻ്റെ കൂടെ അടിപൊളി ചിക്കൻ കറിയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റവയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ചേർക്കാം. 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പിന് പകരം മൈദയും യൂസ് ചെയ്യാം, പക്ഷേ കൂടുതൽ ഹെൽത്തി ആവുന്നത് ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണല്ലോ. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ, മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ. ഈസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. ഞാനിവിടെ 2 കപ്പിൽ കുറച്ച് കൂടുതലൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമോ തണുത്ത വെള്ളമോ ചേർക്കാതെ ഇളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൂടുതൽ സമയം വേണ്ട, ഒരു 1/4 മണിക്കൂർ മുതൽ അരമണിക്കൂർ വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനൊരു 15 മിനിറ്റ് മാത്രമേ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ബാറ്റർ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഒരു തവി ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ദോശ പരത്തുന്നത് പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു തവി കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ ഹോൾസ് വരുന്നത് കാണാം. ആ ഒരു സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതേ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിറയെ ഹോൾസുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്കിത് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കാം. ബാക്കിയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരെണ്ണം കൂടെ തയ്യാറാക്കുന്നതൊന്ന് കാണാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞതും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സവാള, മീഡിയം സവാളയൊക്കെ ആണെങ്കിൽ 3 സവാളയൊക്കെ എടുത്തോളൂ. സവാളയൊന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി ചിക്കൻ വേവിച്ചെടുക്കാം. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം.
ഒരു വിസിൽ വന്നു. പിന്നെ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം തുറന്നു നോക്കിയതാണ്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ആവശ്യത്തിനൊക്കെ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ കറി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് കറി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. കറി ഇവിടെ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് അപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. എന്നാലും ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു കറിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറിയും അപ്പവും എന്താ കോമ്പിനേഷൻ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്